നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സഖാവ് പിണറായി വിജയന് ആദരാഞ്ജലികൾ. റാന്നിയിൽ നടന്ന VSന്റെ ദുഃഖാചരണ പരിപാടിയിൽ നേതാവിന് നാവുപിഴയിൽ ആള് മാറിപ്പോയി. അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. വളരെ നല്ല കാര്യം, ചേട്ടന്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് അതിര് വിട്ടുപോയ കമന്റുകൾ പലരും സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തി. പിന്നീട് ഇതേ നാവുപിഴ 24 ചാനൽ വാർത്തയ്ക്കിടെ ശ്രീകണ്ഠൻ നായർക്കും സംഭവിച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹം നാവുപിഴ സംഭവിച്ചതിൽ മാപ്പ് പറയുകയും ചെയ്തു. ആ വാർത്തയ്ക്ക് താഴെ ചില കമന്റുകൾ വന്നത് ഇങ്ങനെയാണ്: സാരമില്ല ചേട്ടാ, മറ്റുള്ളവർക്കും നാവുപിഴ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണ് എന്നും കൂടി ഓർക്കുക. അപ്പോൾ അതിനെ പ്രൈം ടൈം മീഡിയ സെൻസേഷനാക്കി ആഘോഷിക്കരുത്. പ്രശാന്ത് എന്നൊരാളുടെ കമന്റായിരുന്നു അത്. ഒരു മാധ്യമം എന്തായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് അത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വിഷയമാണ്. പിണറായിക്ക് ആദരാഞ്ജലി നേർന്ന വിഷയം അത് മലയാളി ആഘോഷമാക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ, മീമുകൾ, പോസ്റ്റുകൾ. ഒന്നും നടക്കാൻ പോകുന്നില്ല, കാലന് പോലും വേണ്ട, ഇതുപോലൊരു യാത്രയായപ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് പൊട്ടിക്കരഞ്ഞ് മുഖ്യൻ. അങ്ങനെ അതിര് വിട്ട പല കമന്റുകളാണ് വരുന്നത്. ഈ കമന്റ് ഇടുന്നവരെല്ലാം പിണറായി എതിരാളികളെന്ന് CPM സൈബർ ഗ്രൂപ്പുകളുടെ മറുപടി. ജീവിച്ചിരിക്കുന്ന ഒരാളെ, കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ പറയാൻ എങ്ങനെ കഴിയുന്നു എന്ന് സഖാക്കളുടെ രോദനം. എന്നാൽ ഈ കമന്റ് ഇടുന്നവരെല്ലാം എതിർ പാർട്ടിക്കാരാണെന്ന നിങ്ങളുടെ ചിന്ത പൊട്ടക്കിണറ്റിലെ തവളകളുടേതിന് സമാനമാണ്. നിങ്ങൾ ഇപ്പോഴും സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഈ പാർട്ടി എത്രത്തോളം ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്ന് നിങ്ങൾക്കിപ്പോഴും ബോധ്യം വന്നിട്ടില്ല. സാധാരണക്കാരും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും വരെ പിണറായിയെ വിമർശിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവർ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. കപ്പിത്താൻ, ക്യാപ്റ്റൻ എന്നൊക്കെ നിങ്ങൾ തള്ളിമറിക്കുന്ന പിണറായി വിജയനെ കണ്ടാൽ ചൂലെടുക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. പിണറായിക്ക് ആദരാഞ്ജലി ആഘോഷമാക്കുന്ന മലയാളി ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിണറായിക്ക് ആദരാഞ്ജലി ആഘോഷമാക്കുന്ന മലയാളി ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിണറായിക്ക് മാത്രമല്ല, രാഷ്ട്രീയക്കാർക്കെല്ലാവർക്കും ഓർമ്മപ്പെടുത്തലാണ്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതേ ജനങ്ങൾ ഓർത്തുവെക്കൂ. നല്ലത് ചെയ്താൽ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ, അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നാൽ നിങ്ങളുടെ മരണശേഷവും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിങ്ങൾ മരിക്കാതെ ജീവിക്കും. ഉമ്മൻചാണ്ടിക്കും VSനും ഒക്കെ കിട്ടുന്നത് ആ സ്നേഹമാണ്. ഇരുവരും ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാക്കളാണ്. അതുകൊണ്ടാണ് ഇരുവരും മരിച്ചപ്പോൾ കേരളം കടലായി മാറിയത്. അധികാരം അതെല്ലാവർക്കും കിട്ടില്ല. ജനങ്ങൾ ആ അധികാരം ചിലരെ വിശ്വസിച്ചേൽപ്പിക്കും, അവരുടെ ശബ്ദമാകാൻ, വെളിച്ചമാകാനൊക്കെ. ആ അധികാരം പ്രയോഗിക്കുന്നതിൽ ചെറിയൊരു പിഴവ് പോലും സംഭവിച്ചാൽ തന്നവർക്ക് തന്നെ തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. കാലം കടന്നു പോകുമ്പോൾ ചെയ്തതിനൊക്കെയും കണക്ക് പറയേണ്ടിയും വരും. അധികാരത്തിലെത്തിച്ച ജനതയെ അടക്കി ഭരിക്കാമെന്ന് വ്യാമോഹിക്കുന്നവരുടെ സ്ഥാനം ചരിത്രത്തിൽ ബഹുദൂരം പിറകിലാണ്. VS അച്യുതാനന്ദൻ കാലങ്ങൾക്ക് മുൻപ് ഈ പാർട്ടിക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനങ്ങൾ ഈ പാർട്ടിയിൽ നിന്നല്ല, പാർട്ടി ഈ ജനങ്ങളിൽ നിന്നാണ് അകലുന്നതെന്ന്. അതാണ് പിണറായി കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 9 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയനെ കേരളം മടുത്തു. ഇത്രയേറെ തെറിവിളി കേട്ട, പ്രാക്ക് കേട്ട മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകില്ല. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ, മകളെ ചൂഴ്ന്നു നിൽക്കുന്ന അഴിമതികൾ. എന്തെല്ലാം അഴിമതികൾ വന്നാലും അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഈ മുഖ്യമന്ത്രിക്കുള്ളത്. പിണറായി വിജയന്റെ ധാർഷ്ട്യം കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ജനം തെറി വിളിക്കാതിരിക്കും? ജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള വെറുപ്പ്, പിണറായി വിജയനോടുള്ള എതിർപ്പ്, അതാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ മണിക്കൂറിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായിക്ക് ആദരാഞ്ജലി വൈറലായപ്പോൾ മലയാളി അതെടുത്ത് ആഘോഷമാക്കുന്നത് ആ മനുഷ്യനോടുള്ള ദേഷ്യം കൊണ്ടാണ്. അവർ ആ രീതിയിലൊക്കെയാണ് പ്രതികരിക്കുന്നത്. VSന്റെ മരണത്തിൽ പലരും പങ്കുവച്ചൊരു കമന്റ് കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് അന്തരിച്ചുവെന്നാണ്. ഇതോടെ ആ യുഗം കഴിഞ്ഞുവെന്ന തോന്നൽ മലയാളികളിൽ ഉടലെടുത്തിരിക്കുന്നു. പിണറായി കാലത്ത് കമ്മ്യൂണിസം അതിന്റെ രൂപം മാറി പിണറായിസവും കോർപ്പറേറ്റിസവുമാകുമ്പോൾ ജനം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകലും, സ്വാഭാവികം. CPM നേതാക്കളിൽ പലരും അവരുടെ ഉള്ളിൽ പറയുന്നുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസം അവസാനിച്ചുവെന്ന്. പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തിവെച്ചത് പിണറായി വിജയൻ തന്നെയാണ്. 40 വണ്ടി പോലീസിന്റെ അകമ്പടിയിൽ റോഡിലൂടെ ചീറിപ്പായുന്ന ഒരാൾ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത ഒരാൾ, കടക്ക് പുറത്തെന്നും പരനാറിയെന്നും നികൃഷ്ട ജീവിയെന്നും ഒക്കെ പുലഭ്യം പറഞ്ഞു നടക്കുന്ന ഒരാൾ,
ഒരു ദുരന്തമുണ്ടായാൽ സ്വന്തം തടി തപ്പി രക്ഷപ്പെടുന്ന ഒരാൾ, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുകയും എന്നാൽ പ്രവൃത്തിയിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാത്തൊരാൾ, അയാളെ പാർട്ടിക്കാർക്ക് പോലും മടുത്തു തുടങ്ങിയിട്ടുണ്ട്. CPM-ൽ പിണറായി വിജയനാണ് അവസാന വാക്ക്. പാർട്ടിക്ക് പോലും റോളില്ല. തനിക്ക് ഭീഷണി എന്ന് തോന്നുന്ന നേതാക്കളെ വെട്ടിയൊതുക്കി പിണറായി മരുമകന് വഴിവെട്ടുന്നുവെന്ന ആക്ഷേപം എത്രയോ കാലങ്ങളായുണ്ട്. കോർപ്പറേറ്റുകളുടെ തോളിൽ കൈയിട്ട് പാവപ്പെട്ടവനെ വഞ്ചിച്ച് കോടാനുകോടി സമ്പാദിച്ച പിണറായി എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകും എന്നാണ് ജനം ചോദിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പിണറായിക്കും കുടുംബത്തിനുമെതിരെ വിമർശനങ്ങൾ വന്നില്ലേ? ഈ അടുത്തിടെ നടന്ന പാർട്ടി യോഗങ്ങളിലൊക്കെ പിണറായിക്ക് നേരെ അതിശക്തമായ വിമർശനങ്ങളാണ് വന്നത്. എന്തിന് കണ്ണൂരിൽ പോലും എതിർ ശബ്ദം ഉയർന്നില്ലേ? പാർട്ടി യോഗങ്ങളിൽ പിണറായിയെയും കുടുംബത്തെയും വലിയ രീതിയിൽ വിമർശിച്ചില്ലേ നേതാക്കൾ? അതിനെയെല്ലാം അടിച്ചമർത്തി ഏകാധിപത്യ ഭരണം കാഴ്ചവെക്കുന്ന ഒരാളെ ജനം കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയൻ ജനകീയനായ നേതാവാണോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായ എനിക്ക് പോലും അദ്ദേഹം ജനകീയനാണെന്ന് ചില നേരത്ത് തോന്നാറില്ല. പാർട്ടി നേതാവും ജനകീയ നേതാവും തമ്മിൽ എത്രയോ അന്തരമുണ്ട്. പിണറായി വിജയൻ ഒരു പാർട്ടി നേതാവാണ്. പക്ഷേ ഇന്ന് പാർട്ടിയേക്കാൾ മുകളിലാണ് പിണറായി വിജയൻ. പക്ഷേ VS ഒരു ജനകീയ നേതാവാണ്. അത് ജനങ്ങൾ ചാർത്തിക്കൊടുത്ത പേരാണ്. കാരണം അവർക്കൊപ്പം നിന്നതുകൊണ്ട് VS അവരോട് സ്നേഹം കാണിച്ചു. പലപ്പോഴും VS കാർക്കശ്യക്കാരനായിരുന്നു. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാർക്കശ്യം അലിഞ്ഞില്ലാതെ പോകും. പിന്നീട് VS ജനങ്ങളിൽ ഒരാളാകും. അദ്ദേഹം ഒരു നാട്ടുംപുറത്തുകാരനും ഒക്കെയാകും. മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം നടന്നു നീങ്ങുന്നതൊക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. 40 വണ്ടി പോലീസിൻ്റെയോ അല്ലെങ്കിൽ CPM-കാരുടെയോ ഒക്കെ പിന്തുണയിലാണോ? ചുറ്റും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാഷ്ട്രീയ മതഭേദമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച. പിന്നീട് എപ്പോഴേലും നമ്മൾ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? പിന്നീട് നമ്മൾ ആ കാഴ്ചകൾ കണ്ടിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഉമ്മൻചാണ്ടിയും ഇതുപോലെ തന്നെയായിരുന്നു. ജനങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി. അത്ഭുതമാണ് ഇരുവരും. അതുപോലെ ഒരു നേതാവാകാൻ ഒരു കാലത്തും പിണറായി വിജയനെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ അതിനുവേണ്ടി PR വർക്കൊക്കെ നടത്താറുണ്ട്. കോടികളാണ് ഖജനാവിൽ നിന്ന് PR വർക്കിന് വേണ്ടി ചെലവഴിക്കുന്നത്, ഒരു ജനകീയനാകുന്നതിന് വേണ്ടി. ഈ ജനകീയ നേതാവ് എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, സ്വയം ഉണ്ടാകുന്നതാണ്. അത് ജനങ്ങൾ അറിഞ്ഞങ്ങ് കൊടുക്കുന്ന പദവിയാണ്. ആ ഒരു നിലയിലേക്ക് എത്താനൊന്നും പിണറായി വിജയന് കഴിയില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നുണ്ട്. CPM-കാർ പിണറായി വിജയനെ വൈറ്റ് വാഷ് അടിച്ച് പലപ്പോഴും പറയുന്ന ചില പ്രസ്താവനകളുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളുടെ പുകഴ്ത്തൽ കേൾക്കാൻ നിൽക്കുന്ന ആളല്ല. ജനങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ നിൽക്കാറില്ല. കാർക്കശ്യക്കാരനാണ്, പക്ഷേ ഉള്ളിൽ സ്നേഹമുള്ളവനാണ് എന്നൊക്കെ. പോലീസിന്റെ അടിയും ചവിട്ടും കൊണ്ട് ഇവിടെ വരെ എത്തിയ ആളാണ് പിണറായി വിജയൻ. പ്രസ്ഥാനത്തിന് വേണ്ടി തല്ലുകൊണ്ടവനാണ്. ശരിയാണ്, അദ്ദേഹം ഒരുപാട് യാതനകൾ അനുഭവിച്ച് തന്നെയാണ് ഇവിടം വരെ എത്തിയത്, ഈ പദവിയിൽ വരെ എത്തിയത്. അതൊരു നിസ്സാര വിഷയമല്ല. എന്നിട്ടും ആ മനുഷ്യൻ എങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു? അതാണ് ചോദ്യം. അതിനുള്ള മറുപടി പറയാൻ CPM-ന് കഴിയുമോ? പിണറായി വിജയൻ ഒരു പാർട്ടി സെക്രട്ടറി അല്ല, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തോട്, ഇവിടുത്തെ ജനങ്ങളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ജനങ്ങളിൽ നിന്ന് പാടെ അകന്നു മാറി, എന്തിനേറെ CPM-കാർക്ക് പോലും കൈ അകലത്താണ് പിണറായി വിജയൻ. കുറച്ചു പേരുടെ കയ്യിലെ ചട്ടുകമായി നിൽക്കുന്നു. ഈ പാർട്ടിയെ നശിപ്പിച്ചതും ഇതിന്റെ കഴുക്കോലൂരുന്നതും പിണറായി വിജയൻ തന്നെയാണ്. VS മരിക്കുമ്പോൾ പിണറായി തെറിവിളി കേൾക്കുന്നത് സ്വന്തം ചെയ്തികൾ കൊണ്ട് തന്നെയാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.